കോഴിക്കോട് പയ്യോളിയിൽ പെൺമക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി. ഐനിക്കാട് കുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷാണ് ട്രെയിൻ തട്ടി മരിച്ചത്. മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെ വീടിനകത്ത് മരിച്ച നിലയിലും കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പയ്യോളിയിൽ പെൺമക്കളെ കൊലപ്പെടുത്തി പിതാവ് റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കി. ഐനിക്കാട് കുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷ്, മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെയാണ് വ്യാഴാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8:30 പരശുറാം എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് യുവാവിന്റെ മൃതദേഹം ട്രാക്കിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം സുമേഷിന്റേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. പിന്നാലെ സുമേഷിന്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് 2 പെൺകുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടികൾ വീട്ടിനകത്ത് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിലായിരുന്നു. സുമേഷിന്റെ വീടിന് സമീപത്താണ് റെയിൽവേ ട്രാക്ക്. പെൺകുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം സുമേഷ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് തെക്കയിൽ സുമേഷ് എന്ന് പറഞ്ഞ യുവാവായ ചെറുപ്പക്കാരൻ ട്രെയിനിന് തട്ടിയായിട്ട് വരാറിഞ്ഞത്. ഞങ്ങളൊക്കെ വന്നപ്പോൾ രാവിലത്തെ പരശുറാമിന് വണ്ടി തട്ടി മരിച്ചിടുന്ന രീതിയിലാണ് കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ വീട്ടിൽ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഇളയോൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സുമേഷിന്റെ ഭാര്യ സ്വപ്ന കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. ഭാര്യ മരിച്ച ശേഷം സുമേഷ് കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. കുട്ടികളുടെ മരണം സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വടകര.